ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ ടെറസിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെ കയറി നനക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ടെറസിൻ്റെ മേലെ തന്നെ ആയതുകൊണ്ട് നല്ല വെയിലും അവിടെ കിട്ടും. അപ്പം അതിനൊന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോന്ന്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നനവ് നിലനിർത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് ഇവിടെ തന്നെ ഉണ്ടായ ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഈ ചെടികളൊക്കെ ഒരു ദിവസം നനച്ചിട്ടില്ലെങ്കിൽ തന്നെ അതിലേക്ക് ഭയങ്കരമായിട്ട് ഒരു ബാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചൂടൊക്കെ നമ്മൾ ശരിക്കും ഈർപ്പ് നിലനിൽക്കുന്ന രീതിയിൽ ആണ് മിക്സൊക്കെ തയ്യാറാക്കുക, പോട്ടി മിക്സൊക്കെ. എന്നാലും ഒരു ദിവസം വെള്ളം കിട്ടാഞ്ഞാൽ തന്നെ നല്ലോണം വാടി കുഴഞ്ഞു കേട്ടോ. ഇത് ഇന്നലെ ഞാൻ എൻ്റെ മീയനെ ചെടി നനക്കാൻ ഏൽപ്പിച്ച അവസ്ഥയുണ്ട്. കാണുന്നത് ഒരു ദിവസം നമ്മളെ കണ്ണ് നത്താതാകുമ്പോഴത്തേക്ക് ചെടികളൊക്കെ ഈ കോലത്തിലായി മാറും കേട്ടോ. കാരണം ഒരു ഇല മാത്രം നനക്കുന്നത് എനിക്ക് സംശയമുള്ളത്, ചെടീൻ്റെ മുരട്ടത്തേക്ക് വെള്ളം എത്തുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് ഫുള്ള് കണ്ടോ, ഇലയൊക്കെ ഒരു ഉണങ്ങുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ കയറി, അതേപോലെ ആ കുപ്പിയിലൊന്നും വെള്ളം നിറച്ചിട്ടുമില്ല. നമ്മൾ ഡിപ്രിഗേഷന് വേണ്ടി വെച്ചിട്ടുള്ള അതിൽ വെള്ളമൊന്നും നിറച്ചിട്ടുമില്ല. അപ്പോൾ ഒരുപാട് സോലുകളല്ലേ, വെക്കേഷനല്ലേ ഇപ്പം. അപ്പോൾ 36 വേഗം പണി വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും നനക്കുന്നതായിരുന്നു, പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ. 37 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണത്. അപ്പോൾ കണ്ട് ഫുള്ള് വാടി കിടക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ ചെടികളിങ്ങനെ കാണുന്നതിന് ഭയങ്കര ഒരു വിഷമമാണ്. എന്തോ ഒരു ഇടങ്ങാറാണ്. ഇങ്ങനെ നമ്മൾ സ്വയം അറിഞ്ഞോട് ചെയ്യുന്ന പോലൊക്കെ ഒരു ഫീലാണ്. പിന്നെ ഞാൻ ഈ ചെടി നനക്കുമ്പോൾ മേലത്തെ ചെടികളൊക്കെ ആകും പ്രത്യേകിച്ചും ഇലയോട് കൂടി നനക്കും. ഇത് മേലത്തെ താഴത്തായാലും ഇലയോട് കൂടി നനക്കും. നമുക്കൊരു മുഖം കഴുകി ഫീൽ കിട്ടില്ല. അതേപോലെയാണ് ചെടികൾക്ക് തന്നെ ഫുള്ളായിട്ട് നനച്ചു കൊടുക്കുമ്പോൾ. അങ്ങനെ ചട്ടി നല്ലോണം നിറഞ്ഞ് മണ്ണ് ഇപ്പം വരുന്ന രീതി വരെ നനച്ചു കൊടുക്കൂട്ടോ ഞാൻ. പ്രത്യേകിച്ചും വേനലായതുകൊണ്ട്. മഴക്കാലത്തിൽ നനക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നല്ല വേനലാണല്ലോ ഇപ്പോൾ. അപ്പം നല്ലോണം നനച്ചു കൊടുക്കുക നമ്മളോട്. എന്നിട്ട് പിന്നെയാണ് ചെടി ഒന്നായിട്ട് നനക്കുക കേട്ടോ. അങ്ങനെ ഫുള്ള് ചെടികളും ഇവിടെ ചെടികൾ മാത്രമല്ല ഉള്ളത്, ഇവിടെ കുറച്ച് തൈകളും ഉണ്ട് കേട്ടോ. നമ്മുടെ മാത്തയും അതേപോലെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ നമ്മളെ ഏത് കുപ്പിയാലും, സുർക്കൻ്റെ കുപ്പിയോ ഇനി അരിഷ്ടത്തിൻ്റെ കുപ്പിയൊക്കെ ശരിക്കും സൂട്ടാവണം പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. ഇതിൽ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഡിപ്രിഗേഷൻ്റെ സംഭവം. അതല്ലാത്തൊക്കെ കാണിക്കണം 36 വീഡിയോയിൽ. മോളാണ് വീഡിയോ എടുത്തത്. ഫോക്കസ് മാറിപ്പോകണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തുള്ളി ചെറുതായിട്ട് എത്തുന്ന രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ വരെയൊക്കെ ഒരു ദിവസമൊക്കെ ഈർപ്പം നിൽക്കും കേട്ടോ. പറ്റ ചെറുതാക്കി വെക്കുകയാണെങ്കിൽ കുറേ നിൽക്കും, അതിൻ്റെ ഈർപ്പം നല്ല നിൽക്കും. അപ്പോൾ ഞാനിപ്പം വീട്ടിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് തന്നെ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, ഞാൻ ഒരു ദിവസമൊക്കെ നിർത്തി പോകാൻ തീരെ ചെടി എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവില്ല. പിന്നെ ഉണങ്ങി കഴിഞ്ഞ് കത്തിച്ച് അടുപ്പ് വെച്ചെടുക്കാൻ പറ്റിയ രീതിയിലായി മാറും. അപ്പോൾ ഏതായാലും കുറഞ്ഞ സ്പീഡാക്കിയിട്ട് ഞാനവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ മീഷോയിൽ കിട്ടും കേട്ടോ. കുറഞ്ഞ റേറ്റേ ഉള്ളൂ. എത്ര രൂപയൊക്കെ വാങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ ഇതിലാണ് യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ ശേഷമാണ് വാങ്ങിയത്. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റ് അടിച്ചു കൊടുത്താൽ മതി, കിട്ടും. കുപ്പി പിന്നെ നമ്മുടെ ഇതിപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കുപ്പിയാണ് ഈ കാണുന്ന കുപ്പി. അപ്പം ഏത് കുപ്പി വേണമെങ്കിലും ഉപയോഗിക്കാം. ആ പിരി ഇങ്ങനെ നമ്മൾ പിരിക്കുമ്പോൾ പാകമായി നിൽക്കുന്ന രീതിയിലുള്ളൊരു കുപ്പി. ഇവിടെ ഞാൻ കുപ്പിയാണ് എനിക്ക് ഏറ്റവും മാച്ചായിട്ട് തോന്നിയത് കേട്ടോ. നമ്മൾ പ്രസവിച്ചിറക്കുമ്പോൾ കൊണ്ടുവന്ന അരിഷ്ടത്തിൻ്റെ കുപ്പി ആണ് നല്ല മാച്ചായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് ശരിക്കും നിൽക്കുന്നുണ്ട് കണ്ടോ. പഴയ കുപ്പിയാണ് കേട്ടോ. അങ്ങനെ ആ തുള്ളി നല്ലോണം കുറച്ച് വെക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു തുള്ളിയൊക്കെ വരുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എപ്പോഴും നനവ് ആ ചട്ടിയിലുണ്ടാവും. പിന്നെ രാവിലെ തന്നെ ഈ പരിപാടിയൊന്നും ചെയ്യാഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ രീതിയിലുള്ള വെയിലായിരിക്കും. തലവേദന ജന്മത്ത് മാറൂല, അത്രയ്ക്ക് വെയിലായിരിക്കും അതിൻ്റെ മേലെ. ഈ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇടുന്നത് നമ്മുടെ ടെർപ്പൻറ്റിൻ്റെ കുപ്പിയാണ് കേട്ടോ. ടെർപ്പൻറ്റിൻ്റെ കുപ്പിയാണെങ്കിൽ കുറേ വെള്ളം കൊള്ളും ആ കുപ്പിയിൽ. എങ്ങനെ കുറേ വെള്ളം കൊള്ളുന്നതോ കുറച്ച് വെള്ളം നിൽക്കുന്നതോ ഏത് ടൈപ്പ് കുപ്പിയിലും വേണമെങ്കിൽ നമുക്ക് വെക്കാം. പക്ഷേ ആ ഇത് തിരിക്കുമ്പോൾ ആ പിരി കറക്റ്റായിട്ട് കിട്ടണം, അത്രേ ഉള്ളൂ. നമ്മുടെ ബോഗൺവില്ലകളൊക്കെ വെട്ടിയിട്ട് രണ്ടാമത് തെളുത്ത് വന്നാണ് പൂവിടാനായി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ
അത് കുറച്ചുകൂടെ കുറച്ച് കൊടുക്കണം, കാരണം അത്ര സ്ട്രോങ് ആയിട്ട് വെള്ളം വരണ്ട. കുറേശ്ശെ അപ്പോഴും ഓരോ തുള്ളി ഇട്ടിയാൽ മാത്രം മതി. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മീഷോയിൽ കയറിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കാണുന്നതായിരിക്കും. കുറഞ്ഞ റേറ്റേ ഉള്ളൂ, നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മളിപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് താമസിക്കാനൊക്കെ പോകുമല്ലോ, അപ്പോൾ ഒക്കെ ഭയങ്കര ഉപകാരപ്രദമാണ് കേട്ടോ. നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് വീണ്ടും പൂടുന്നുണ്ട്, അതേപോലെ മണി പ്ലാന്റ് അടിപൊളിയായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു സ്റ്റാർ ഫ്രൂട്ട് വീണോ ഇതാണ്, അതോടെ എടുത്തിട്ട് ഞാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് ആൾ. ഈ ഒരു വേനലുണ്ടല്ലോ ഈ പൊടി പാറുന്നൊരു പ്രശ്നം ഭയങ്കര ഇടങ്ങാറാണ് അല്ലേ. എനിക്ക് എന്താ പറയുക, ചൂട് ഓൾറെഡി ഉണ്ട്, പക്ഷേ ഇതങ്ങനെ നമ്മൾ തീരെ നന്നാക്കാത്ത പോലെ ഒരു അവസ്ഥയിൽ നിൽക്കും. ഞാനിപ്പം നനച്ചുള്ളിപ്പണി കഴിഞ്ഞിട്ട് വീണ്ടും നന്നാക്കിയാണ് കേട്ടോ, വീണ്ടും അതേപോലായി. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണോണ്ട് ചൂടിന് നമുക്ക് ചെറുതായിട്ട് ആശ്വാസം ഉണ്ടെങ്കിലും നമ്മളെ ചെടികൾക്കും പിന്നെ അതുപോലെ ഭൂമി നനയാനുള്ള മണ്ണൊന്നും വെള്ളമൊന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പൊടി പാറുന്നത്. പിന്നെ ഞങ്ങൾ റോഡ് സൈഡാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.